സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു ബഹുമാനപ്പെട്ട വി മുഹമ്മദ് മുസ്ലിയാർ, വളപ്പിൽ മുഹമ്മദ് മുസ്ലിയാർ, സമസ്തയുടെ ആദ്യത്തെ സെക്രട്ടറി പ്രസിഡന്റ്. ആ സെക്രട്ടറി പ്രസിഡന്റ് എന്നത് തുടർന്ന് വരികയാണ്. നമ്മൾ അവിടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 926 മുതൽ 51 വരെ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്ലിയാർ വളപ്പിൽ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഏകദേശം 10 വർഷക്കാലത്ത് പ്രസിഡന്റായി നിൽക്കുകയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. തൊട്ടടുത്ത് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്നെ വരുന്നത് തുടക്കം മുതൽക്കേ ഒപ്പത്തിനൊപ്പം ഉള്ള ബഹുഭാഷാ പണ്ഡിതനും വലിയ ആലിമും വലിയ പത്രപ്രവർത്തകനും നല്ല സാഹിത്യകാരനുമായ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സമസ്തയുടെ ആദ്യകാല വൈസ് പ്രസിഡന്റ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ടവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. സമസ്തയുടെ 2ാമത്തെ പ്രസിഡന്റ്. അന്നും സെക്രട്ടറി നേരത്തെ പറഞ്ഞ ഉസ്താദ് തന്നെയാണ്. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം 3ാമത് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്നെ വരുന്നത് മലപ്പുറം ജില്ലയുടെ ഹാർട്ടിൽ താമസിക്കുന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മൊയ്യാർ പാപ്പയാണ്. മൊയ്യാർ പാപ്പ എന്നാണ് ഇപ്പോഴും. അത് മലപ്പുറം ജില്ലയിൽ ഉപ്പാപ്പ എന്ന് പറയും, കൂടുതൽ ബഹുമാനിച്ച് പറയുന്ന ആളുകൾ. ചെറിയ തങ്ങളുട്ടിയാണെങ്കിൽ ഞങ്ങൾ പറയും തങ്ങൾ പാപ്പയാണെന്ന് പറയും. അത് ഉപ്പാപ്പ എന്നുള്ളവരെ ബഹുമാനമായിട്ട് പറയുന്നതാണ്. അപ്പോ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ പണക്കാരനായ മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ടവരുടെ വീട്ടിന്റെ ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഇരിക്കാനും സൗകര്യത്തിനും സമസ്തയുടെ ഓഫീസും അവിടെ ഒരു നിസ്കാര സൗകര്യം, അതൊക്കെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് സമസ്തയുടെ ഓഫീസാണ്. ബഹുമാനപ്പെട്ടവർ നീണ്ട 20 വർഷക്കാലത്തോളം സമസ്തയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. 2 ലക്ഷം രൂപ സ്വന്തം പണം സമസ്തയുടെ മേശയുടെ വലിപ്പിൽ വെച്ചുകൊണ്ട് കുടുംബത്തോട് ഈ സ്വത്തിൽ ഈ പണത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ടാവൂല, ഇത് ഞാൻ എന്റെ സമസ്തയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ച വലിയ മഹാമനീഷിയാണ് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പാപ്പ. അബ്ദുൽ ബാരി മൊയ്യാരുടെ വീട്ടിന്റെ കൊലായിലെത്തിയാൽ ഏത് തർക്കത്തേക്ക്, ബിസിനസ്സുകാർ തമ്മിലുള്ള തർക്കം, അതേപോലെ തന്നെ കുടുംബ തർക്കം, ആര് തമ്മിലുള്ള തർക്കവും അബ്ദുൽ ബാരി മുസ്ലിയാരുടെ മുമ്പിൽ എത്തിയാൽ അത് മഞ്ഞു പോലെ ഒരുങ്ങിപ്പോകും. അത്ര നല്ല മസ്ലഹത്ത് നടത്തിയിരുന്ന മഹാനാണ് അബ്ദുൽ ബാരി മൊയ്യാർ പാപ്പ. ബഹുമാനപ്പെട്ടവർ ചെറിയ കുട്ടികളോട് വലിയ വാത്സല്യം കാണിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളാണ് അബ്ദുൽ ബാരി മൊയ്യാർ പാപ്പ. ബഹുമാനപ്പെട്ടവരുടെ ശേഷം പിന്നെ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത് ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ. സദഖത്തുള്ള മുസ്ലിയാർ കുറഞ്ഞ കാലം 2 വർഷം ഏകദേശം ബഹുമാനപ്പെട്ടവർ സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ. അപ്പോഴേക്കും സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവും. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദിന് ശേഷം പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത് ആര്? സദഖത്തുള്ള ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് തന്നെ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ പ്രസിഡന്റായി വന്നു. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സമസ്ത നയിക്കുന്ന കാലം അന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ് താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. അന്ന് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അള്ളാഹുവെ ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. ഇനി നിങ്ങൾ അവിടെ സമസ്തയുടെ ചരിത്രം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. സമസ്തയുടെ 60ാം വാർഷിക സ്മരണികയുണ്ട്, മറ്റു പല പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലെല്ലാം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സമസ്തയെ പരിചയപ്പെടുത്തി ചരിത്രം എഴുതിയിരിക്കുന്ന ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് സമസ്തയുടെ താജുൽ ഉലമയും അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമയും അവർ 2 പേരും സമസ്തയിൽ വന്ന ശേഷം സമസ്തയുടെ തീരുമാനപ്രകാരമുള്ള ഏത് മീറ്റിംഗ് ഉണ്ടോ അതിൽ ഇവർ 2 പേരുടെയും ഹാജർ റെഡിയാണ്. 1, സമസ്ത ഏതെല്ലാം സമിതികൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ കാന്തപുരം ഉസ്താദ് ഇല്ലാത്ത ഒരു സമിതി കാന്തപുരം ഉസ്താദ് സമസ്തയിൽ വന്ന ശേഷം രൂപീകരിക്കപ്പെട്ടിട്ടേയില്ല. എല്ലാ കമ്മിറ്റികളിലും കാന്തപുരം ഉസ്താദിനെ കാണാം. എല്ലാ കമ്മിറ്റികളിലും ഇത്രയധികം സമസ്തയുടെ റെക്കോർഡിൽ പേര് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ കാന്തപുരം ഉസ്താദിനെ പോലെ സമസ്ത ചരിത്രത്തിൽ കാണാൻ കഴിയില്ല.
ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് നിറഞ്ഞു നിൽക്കുന്നത് കാണാം നമുക്കത്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പ കണ്ണിയത്ത് ഉസ്താദ് അധ്യക്ഷ കസേരയിൽ ഇരിക്കുമ്പോൾ പ്രായമായി, ക്ഷീണമായി, വേണ്ടത്ര യോഗങ്ങൾക്ക് വരാൻ പറ്റാതായി. ആ സമയത്തെല്ലാം പിന്നെ സമസ്തയെ നയിക്കുന്നത് ഉള്ളാൾ തങ്ങൾ പാപ്പയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഒഫാത്താകുന്നത് വരെ സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ കസേരയിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആൾ ഉള്ളാൾ തങ്ങൾ പാപ്പയാണ്. 25 26 വർഷം. അതിന്റെ 100ാം വാർഷികത്തിൽ എത്തുമ്പോൾ ഞാനിതിപ്പോ വിശദീകരിക്കുകയല്ല. ഈ ആലിമീങ്ങളൊക്കെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ സംസ്കാര സമ്പന്നത നമുക്ക് ബോധ്യപ്പെടും. അവരുടെ ഒക്കെ ചരിത്രത്തിൽ കാണാം പുഞ്ചിരിക്കുന്ന മുഖം, പുഞ്ചിരിക്കുന്ന മുഖം, വളരെ താഴ്മയുള്ള ശൈലി, അവർ വളരെ വിനയാന്വിതരായ ജീവിതം. എന്തുകൊണ്ട്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പൊട്ടിത്തെറിയല്ല. ഈ സമൂഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വികാര പ്രകടനം അല്ല. ഈ മുസ്ലിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മുദ്രാവാക്യം വിളിക്കലും കാട്ടിക്കൂട്ടലും പിടിച്ചു പറിക്കലും അല്ല. മദീന മുനവ്വറ ഒരു ഇസ്ലാമിക് സൊസൈറ്റിയായി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നോമ്പെടുത്തവർ ആരൊക്കെയാണ്? നമ്മൾ ആ ഹദീസ് വേഗത്തിൽ ഓതിപ്പോകാനാണ് ചെയ്യാറ്. ഇന്ന് ആരൊക്കെയാണ് നോമ്പെടുത്തത്, ഇന്ന് ആരൊക്കെയാണ് രോഗിയെ സന്ദർശിച്ചത്, ഇന്ന് ആരൊക്കെയാണ് ജനാസ സംസ്കരിച്ചത് എന്ന് നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോകാനാണ്. എന്താണ് ആ ചോദ്യത്തിന്റെ ആശയം? ഇന്ന് ആരാണ് നോമ്പെടുത്തത് എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാണ് ഭക്ഷണം കഴിക്കാത്തത് എന്നാണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ